ഈ വെടിനിർത്തൽ സംഭവിച്ചതിന് ശേഷം ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഇസ്രായേൽ ലെബനനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 100ഓളം മരണമാണ് ഈ വെടിനിർത്തൽ കാലയളവ് നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 3 ആഴ്ചത്തെ വെടിനിർത്തലൊക്കെ പിന്നീട് പ്രഖ്യാപിച്ചെങ്കിലും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു കാഴ്ചയാണ് നമുക്ക് ലെബനനിൽ കാണാനാകുന്നത്. ഇസ്രായേൽ തന്നെ പറഞ്ഞതാണ് ഈ ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും തങ്ങൾ അവിടെ സൈനിക നടപടികൾ തുടരും എന്നുള്ളത്. ഇപ്പോ ലെബനന് പുറമെ ഇറാനും ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും യുദ്ധഭീതിയിലാണ്. കാരണം ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ ഇപ്പോ യുഎസിന് നേരെ വലിയൊരു ഭീഷണി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് ഹോർമുസ് കടലിടുക്കിലുള്ള യുഎസിന്റെ ഉപരോധം അത് ഒരു യുദ്ധമായി കണക്കാക്കാൻ തങ്ങൾക്ക് കഴിയും. ഇനിയും അത് സഹിച്ചു കൊടുക്കാനാകില്ല എന്നാണ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഇറാന്റെ പ്രസിഡന്റ് തന്നെ ഇത്ര കടുത്ത നിലപാടെടുക്കുന്നത് അത് ഇപ്പോഴാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ചില പ്രസ്താവനകൾ വന്നിരുന്നു. IRGCയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ തങ്ങൾ സംയമനം പാലിച്ചു, ഇനിയും US ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം തുടർന്നു കഴിഞ്ഞാൽ തങ്ങൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രത്യാഘാതം തിരിച്ച് ഏൽപ്പിക്കും എന്നാണ് IRGC പറഞ്ഞത്. അതുപോലെ തന്നെ ഇതുവരെ നയതന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നെങ്കിൽ നീങ്ങട്ടെ എന്ന് വിചാരിച്ചാണ് തങ്ങൾ സംയമനം പാലിച്ചതെന്നും അവർ പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ അടക്കം നിരവധി നേതാക്കൾ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ഭീഷണികളുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. US ഇറാന് നേരെ ഈ സമുദ്രതലത്തിലുള്ള ഉപരോധം മാത്രമല്ല, മറ്റ് പല മേഖലകളിലും ഇറാനെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിരുന്നു. ഇറാന്റെ നിഴൽ ബാങ്കിംഗ് ശൃംഖലയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു. ഇറാന്റെ ഏതാണ്ട് 500 മില്യൺ മൂല്യമുള്ള ക്രിപ്റ്റോ ആസ്തികൾ കണ്ടുകെട്ടുന്നു. അപ്പോ ഇത്തരം നടപടികളെല്ലാം US-ന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഹോർമുസ് വിഷയത്തിൽ അവർ ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലാകുന്നു എന്ന് വേണം ഈ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഭീഷണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ.